പാലാരിവട്ടത്തെ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ സമരം തുടരുന്നത്. ബസ്സുകൾ, വാഹനങ്ങളടക്കം റോഡിൽ കിടക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രവർത്തകർ വാഹനം കടത്തിവിടില്ല. അതായത് ഈ അറസ്റ്റിലായ പ്രവർത്തകർക്ക് ജാമ്യം നൽകുന്നതുവരെ ഈ വാഹനങ്ങൾ കടത്തിവിടില്ല എന്നതാണ് പ്രവർത്തകർ പറയുന്നത്. നേരത്തെ കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതാ ബസ്സടക്കം, സ്വകാര്യ ബസ്സുകൾ, KSRTC ബസ്സടക്കം വാഹനങ്ങളടക്കം ഇവിടെ റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കുറെ നേരമായി റോഡിൽ അരമണിക്കൂറായി. പോലീസ് എന്തെങ്കിലും പറഞ്ഞു? എപ്പോൾ മാറ്റുമെന്ന്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഇതാ ബസ്സടക്കം വാഹനങ്ങളടക്കം റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്റ്റേഷനുള്ളിൽ MLA ബാർ, ഹൈബീഡൻ MP, അതോടൊപ്പം തന്നെ അൻവർ സാദത്ത് MLA, ഉമാ തോമസ് MLA, TJ വിനോദ് MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ സ്റ്റേഷനുള്ളിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ റോഡിൽ തീയിട്ടുകൊണ്ട്, അതായത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും അതിനുശേഷം പേപ്പറുകൾ കത്തിക്കുകയും ചെയ്തുള്ള സമാനമായ ഒരു പ്രതിഷേധം മറുവശത്തും പ്രവർത്തകർ തുടരുകയായിരുന്നു. എന്തായാലും ഏതാണ്ട് അരമണിക്കൂറിലധികമായി പാലാരിവട്ടം സ്റ്റേഷൻ മുമ്പിൽ ഇത്തരത്തിൽ റോഡിൽ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. റോഡ് ഉപരോധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് പ്രവർത്തകർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. നേരത്തെ പ്രവർത്തകർ റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഇതിനെ പ്രതിരോധിക്കുന്നില്ല. നേരത്തെ തന്നെ റോഡിൽ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ അവർക്ക് പേപ്പറുകൾ കൂട്ടിയിട്ട് റോഡിന് നടുവിൽ തീയിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടി കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ തീയിട്ട് പ്രതിഷേധിക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതേസമയം തന്നെ സ്റ്റേഷനകത്ത് MLA മാരും MP മാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പ്രതിഷേധം തുടരുകയാണ്. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത, കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയക്കുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒരേ സ്വരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളടക്കം ഇപ്പോൾ പാലാരിവട്ടം, അതായത് ഇവിടെ നിന്ന് ദേശീയപാത NH-ലേക്ക് അടക്കം പോകേണ്ട, വൈറ്റിലയിലേക്ക് അടക്കം പോകേണ്ട, ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകേണ്ട വാഹനങ്ങൾ റോഡിൽ അരമണിക്കൂറിലധികമായി കിടക്കുന്നൊരു കാഴ്ചയുണ്ട്. പോലീസ് ഏതു തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ജാമ്യത്തിൽ വിട്ടയച്ചില്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിനുമില്ല, ഈ പ്രതിഷേധം തുടരും. എത്ര ദിവസം വേണമെങ്കിലും സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുമെന്നാണ് നേരത്തെ ഹൈബീഡൻ MP അടക്കം, മുഹമ്മദ് ഷിയാസ് അടക്കം, DCC പ്രസിഡന്റ് അടക്കം ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പോലീസ് ഈ പ്രശ്നത്തിലൊരു പരിഹാരം കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ ഈ പ്രശ്നത്തിൽ പരിഹരിക്കുമോ എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ MP അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് ന്യായമായ ഒരു നിലപാടല്ല എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഒരു പരിഹാരം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ജനപ്രതിനിധികൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടില്ല. ജനപ്രതിനിധികളടക്കം പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാം എന്നൊരു തീരുമാനത്തിലേക്ക് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ കടത്തിവിടാം എന്നതാണ് അവർ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു തീരുമാനം. കാരണം മണിക്കൂറുകളായി വാഹനങ്ങൾ റോഡിൽ കിടക്കുന്നു. ഈ ഉപരോധം താൽക്കാലികമായി ഉപരോധം എന്തായാലും വാഹനങ്ങൾ കടത്തിവിടാമെന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. കാരണം കുറച്ചധികം സമയമായി പാലാരിവട്ടം റോഡിൽ വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആളുകളൊക്കെ, കുട്ടികളുമായൊക്കെ നേരത്തെ ആളുകൾ വാഹനത്തിലിരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. നേരത്തെ KSRTC ബസ്സടക്കം പിടിച്ചെടുത്തൊരു സാഹചര്യമുണ്ടായി. ആ സമരം വേണ്ട, ഈ നിലയിൽ വേണ്ട എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ എടുത്തിരിക്കുന്ന തീരുമാനം. വാഹനങ്ങൾ കടത്തിവിടുന്നു. ഉപരോധ സമരം താൽക്കാലികമായി പക്ഷേ സ്റ്റേഷനകത്ത് ഇപ്പോൾ സമരം വാഹനങ്ങൾ കടത്തിവിടാമെന്ന് ചില കൗൺസിലർ അടക്കം നേരത്തെ പറഞ്ഞെങ്കിലും പ്രവർത്തകരിൽ ചിലർ റോഡിൽ ഇപ്പോഴും കിടക്കുകയാണ്. വാഹനങ്ങൾ കടത്തിവിടാൻ അനുവദിക്കില്ലാത്തൊരു തീരുമാനത്തിലേക്ക് ചിലർ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രതിഷേധം ഇപ്പോഴും റോഡിലും തുടരുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിലുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയക്കണമെന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് കള്ളക്കേസിൽ കുടിക്കാത്തിട്ടേക്കുന്നത്. നാളെ കോടതി അവധിയാണ്. നാളെ റിമാൻഡിൽ 2 ദിവസം റിമാൻഡിൽ പോകേണ്ട കേസാണ് അവർ എടുത്തിട്ടേക്കുന്നത്. വാഹനങ്ങൾ തടഞ്ഞുള്ള സമരം തുടരുവാണ്. 3 മണിക്കൂർ, ഇപ്പം 4 മണിക്കൂറാവുന്നു. നാളെ പിന്മാറില്ല. അവരറിയണം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ഇല്ലാത്ത കേസിൽ, കള്ളക്കേസിലാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ കിടക്കുന്നത്.
വാഹനങ്ങൾ തടയാൻ തന്നെയാണ് തീരുമാനമാവട്ടെ, പോലീസാണ് തീരുമാനിക്കുന്നത്. ഇതിൽ എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന ഒരു കാഴ്ചയുണ്ട്. വാഹനങ്ങൾ റോഡിൽ തന്നെ ആദ്യഘട്ടത്തിൽ വാഹനങ്ങൾ വിടാമെന്ന് ചില നേതാക്കൾ പറഞ്ഞെങ്കിലും ഇപ്പോഴും ചില പ്രവർത്തകർ റോഡിൽ എത്തിയിരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബസ്സുകൾക്കും വാഹനങ്ങൾക്കും കടന്നു പോകാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടി ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് വൈകുന്നേരമാണ് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ പ്രവർത്തകർക്ക് ജാമ്യം നൽകാത്തതിനെതിരെയാണ് MLA-മാരും ജനപ്രതിനിധികളും വലിയ പ്രതിഷേധമായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയത്. ആദ്യഘട്ടത്തിൽ ജാമ്യമുള്ള വകുപ്പുകൾ പ്രവർത്തകർക്കെതിരെ ചുമത്തി, പിന്നീട് ചില സമ്മർദ്ദത്തിന് വഴങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രവർത്തകർക്ക് നേരെ ചുമത്തുകയും പോലീസ് ചില താല്പര്യങ്ങൾക്ക് വഴങ്ങി CPM-ന്റെ നേതാക്കളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇപ്പോൾ വലിയ ആരോപണമായി കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് MLA-മാരും MP-മാരും അടക്കം സ്റ്റേഷനിലേക്ക് എത്തുകയും അത് പ്രതിഷേധം എന്ന രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തത്. ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പോഴും ജനപ്രതിനിധികൾ സ്റ്റേഷന് മുന്നിൽ തുടരുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ നമ്മൾ കണ്ട വാഹനത്തിലുണ്ട്, ചില വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. കുഞ്ഞുങ്ങളടക്കം ഉണ്ടായിരുന്ന ചില വാഹനങ്ങളാണ്. അത്തരത്തിൽ ചില വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ബസ്സുകളടക്കം ഇപ്പോഴും റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏത് രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നതാണ് നോക്കിക്കാണേണ്ടത്. അതേസമയം ഈ റോഡിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരോട് പോലീസ് അവരെ മാറ്റുന്ന ഒരു സമീപനത്തിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ കോലം കത്തിച്ച അതേ സ്ഥലത്ത് പേപ്പറുകൾ കൂട്ടിയിട്ട് തീ കത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് പാലാരിവട്ടം സ്റ്റേഷനിലെ ഉപരോധം എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനകത്ത് ഹൈബീഡൻ MP യോട് പോലീസ് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷേധക്കാർ അവിടേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ സമരക്കാരും വാഹനത്തിലുള്ളവരും തമ്മിൽ ചില തർക്കത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. സമരക്കാരും വാഹനത്തിലുള്ള, അതായത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും സമരക്കാരും തമ്മിൽ വാക്കേറ്റത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥലത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. പോലീസ് ഇതിൽ ഇടപെടുന്നില്ല എന്നത് അതിശയകരമായിട്ടാണ് നിലനിൽക്കുന്നത്. റോഡിൽ പ്രവർത്തകർ ഉപരോധിക്കുന്നുണ്ട്, സ്റ്റേഷനകത്ത് MLA-മാർ ഉപരോധിക്കുന്നുണ്ട്. പക്ഷേ റോഡിൽ ഇത്തരത്തിൽ തർക്കമുണ്ടായപ്പോഴും പാലാരിവട്ടം സ്റ്റേഷനിൽ തൊട്ടടുത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. റോഡ് ഉപരോധിച്ചുള്ള സമരം ഇപ്പോഴും തുടരുന്നു. സ്റ്റേഷനകത്ത് മറ്റൊരു തരത്തിലുള്ള പ്രതിഷേധവും തുടരുന്നു. എന്തായാലും കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടി വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ റോഡിലും പോലീസ് സ്റ്റേഷന് മുന്നിലും നടക്കുന്നുണ്ട്. പരിഹാരം കാണുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന് വലിയ ഇക്കാര്യം എത്തിയിരിക്കുന്നു. ഈ ആളുകളെ വിട്ടു നൽകാതെ ജാമ്യത്തിൽ ആളുകളെ പ്രവർത്തകരെ അറസ്റ്റിലായ 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയക്കാതെ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് പ്രവർത്തകരും MLA-മാരും ജനപ്രതിനിധികളും അടക്കം എത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം തുടരുമെന്ന് നേരത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കിയിരുന്നു. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്.
കേൾക്കാമെങ്കിൽ തുടർന്നോളൂ. അവിടുത്തെ സാഹചര്യം, അവിടുത്തെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്വകാര്യ ബസ് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നു. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം റിയ തുടർന്നോളൂ. ഇപ്പോൾ ചില വാഹനങ്ങളെ പോലീസ് കൂടി ഇടപെട്ട് കടത്തിവിടുന്നുണ്ട്. പ്രവർത്തകർ ചില വാഹനങ്ങൾ പോലീസ് ഇടപെട്ട് കടത്തിവിടുന്നുണ്ട്. അതേസമയം പ്രതിഷേധം തുടരുക തന്നെയാണ്. ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് പ്രവർത്തകർ ആവർത്തിക്കുന്നത്. റോഡിലെ ഉപരോധ സമരത്തിന് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് റോഡിൽ നിന്ന് പ്രതിഷേധിക്കാമെന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രവർത്തകർ അതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. പോലീസ് സ്റ്റേഷനകത്ത് MLA-മാരടക്കം ജനപ്രതിനിധികളടക്കം പ്രതിഷേധിക്കുന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. MLA-മാർ ഇപ്പോഴും പോലീസ് സ്റ്റേഷനകത്ത് തുടരുകയാണ്. കൗൺസിലർമാർ അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ തരത്തിലേക്ക് പ്രതിഷേധത്തെ അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ജനപ്രതിനിധികൾ ഇപ്പോഴും പ്രതിഷേധം സ്റ്റേഷനകത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തകരെ, അതായത് അറസ്റ്റിലായ പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയക്കുന്നത് വരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് ജനപ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. മണിക്കൂറുകളായി പ്രതിഷേധമാണ്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്.